ഹലോ, ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ, ഞങ്ങൾ അനിയത്തി കൊച്ചുവിനെയും കൊണ്ട് ഡോക്ടർ ദീപു കേട്ടോ. അവൾക്ക് ഇപ്പോൾ 9 മാസം 9 മാസമായിട്ടോ. അപ്പോൾ ഡോക്ടർ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെ കാണിക്കുന്നത് പൊന്നാനിയിലാട്ടോ കാണിക്കുന്നത്. പൊന്നാനിയിൽ ഇപ്പോൾ ഉണ്ട് ഒരു അമ്മയും കുഞ്ഞെന്നൊരു ഹോസ്പിറ്റലിൽ കേട്ടോ. അപ്പോൾ അവിടെ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ അമ്പാടീനെയും സോനുവിനെയൊക്കെ അവിടെ ആട്ടോ പ്രസവിച്ചത്. അപ്പോൾ നല്ല ആസ്പത്രി ആട്ടോ, കുഴപ്പമൊന്നുമില്ല, ഗവൺമെൻറ് ആശുപത്രിയാണ്. പിന്നെ നമുക്ക് എല്ലാം കൊണ്ടും നല്ലതാട്ടോ. പിന്നെ അവിടെ കഴിഞ്ഞ് പിന്നെ പൈസയ്ക്കൊന്നും അധികം ചിലവൊന്നുമില്ല. അപ്പോൾ ഞങ്ങളവിടെ കാണിച്ചപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവർക്കും അവിടെ കാണിക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ അവർ അവിടെ കാണിക്കണം 8 മാസം 7-ാം മാസം വരെ ഇപ്പോൾ ഇവിടെ പെരിന്തൽമണ്ണ പ്രൈവറ്റിലാണ് കാണിച്ചിട്ട്. അപ്പോൾ പിന്നെ ഇങ്ങോട്ട് മാറ്റിയിട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ കൊണ്ട് പിന്നെ വീട്ടിൽ നിന്ന് മൊത്തം സാധനങ്ങളും കൊണ്ടുപോകണം കേട്ടോ. കാരണം ഞങ്ങൾ ഇനിയിപ്പോൾ ഡോക്ടറെ കാണിച്ച് കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് പെരിന്തൽമണ്ണയ്ക്ക് വരുന്നില്ല. അവിടെ ചങ്ങരംകുളത്ത് നിൽക്കുകയാണ് കേട്ടോ. കാരണം അവൾക്ക് ഇനിയിപ്പോൾ ഇങ്ങോട്ട് പോകുന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊക്കെ വേദന വന്നു കഴിഞ്ഞാൽ പിന്നെ പോകാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അത് കാരണം ചങ്ങരംകുളത്ത് നിൽക്കണം. അപ്പോൾ മക്കളെ കൊണ്ടുപോകണില്ല, മക്കളൊക്കെ അവിടെ അമ്മയുടെ അടുത്ത് നിന്നിട്ട് അമ്പാടിനെ മാത്രമേ കൊണ്ടുപോകണുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് 6:30 ആകുമ്പോഴേക്കും ഇറങ്ങിയിട്ട്, കാരണം 8:45 ആകുമ്പോഴേക്കും അവിടെ എത്താൻ പറഞ്ഞിട്ട്, പൊന്നാനിയിൽ എത്താൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് പെരിന്തൽമണ്ണ കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ. പക്ഷേ ചങ്ങരംകുളത്ത് നിന്ന് അധികം ദൂരമില്ല. അപ്പോൾ അത് കാരണം അവിടെ തന്നെ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ സാധനങ്ങളൊക്കെ മൊത്തം എടുത്തിട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ആസ്പത്രിക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അവിടുത്തെ ഇതൊക്കെ കാണിച്ചു തരാം കേട്ടോ, ആസ്പത്രിയൊക്കെ കാണിച്ചു തരാം. ആൾക്കാർക്ക് ചിലവാക്കാൻ കഴിയില്ല, കാരണം രേഖ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ രേഖ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടല്ലേ, ആ പൈസ ഫുള്ള് ഒഴുക്കി കളയണ്ടേ. അതന്നെ പരിപാടി. അത് ഇനി കണ്ടോളി. ഇനി കുറച്ച് കഴിഞ്ഞാൽ 500 മാറി 5 മണിക്ക് നീറ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങളിവിടെ എത്തിയിട്ട് ആസ്പത്രിയിലെത്തി. ഇതാണ് കേട്ടോ പിന്നെ പൊന്നാനി ആസ്പത്രി, അമ്മയും കുഞ്ഞോട്ടോ ഹോസ്പിറ്റലിൻ്റെ പേര്. അപ്പോൾ ഞങ്ങൾ നേരെ ആസ്പത്രിയിൽ നേരെ പോയത് ക്യാൻറ്റീനിൽ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓരോ ഗ്ലാസ് ചായ കുടിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ, നേരം വഴുകും വിചാരിച്ചിട്ട്. അപ്പോൾ ഡോക്ടർ എത്തിയിട്ടുണ്ടായിട്ടില്ല കേട്ടോ. ഡോക്ടർ 9:30 ആവും വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വേഗം പോയിട്ട് ചായ കുടിച്ചിട്ട് വരാമെന്ന് എത്തിട്ടോ. നല്ല മഴയുണ്ട് കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മഴ ഉണ്ടായിരുന്നു. ഇവിടെ കുറച്ചുകൂടെ എത്താൻ നേരത്ത് നല്ല മഴയാണ് കേട്ടോ. എൻ്റെ വയറ് കണ്ടോട്ടെ. പിന്നെ അനക്ക് എന്താ പറയാ, പ്രസവം കഴിഞ്ഞാൽ കാണാൻ എൻ്റെ വയർ. മഴ ഇല്ലല്ലോ ഇനി. വേണോ അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ച് ഞങ്ങൾ ക്യാൻറ്റീനിൽ നിന്ന് ഇറങ്ങി ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ ടോക്കൺ ഉണ്ട് കേട്ടോ. ടോക്കൺ അനുസരിച്ചിട്ടാണ് ഡോക്ടറെ കാണാൻ ചെല്ലാൻ പറ്റുള്ളൂ. പിന്നെ ഒരാൾക്ക് മാത്രം, രോഗിക്ക് മാത്രമേ ഡോക്ടറെ തീ കയറാൻ പറ്റൂ കേട്ടോ. വേറെ ആർക്കും കയറാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പുറത്ത് നിന്നിട്ട് പുറത്തിരിക്കണം, അവൾ മാത്രം കയറി. അപ്പോൾ എന്താ പറയുക, ഇനി ഡോക്ടർ എന്താ പറയുക ഡേറ്റ് പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അഡ്മിറ്റാണ് ഡേറ്റ് കേട്ടോ. അപ്പോൾ എന്താ പറയുക ഒന്ന് പരിശോധിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അത് പരിശോധിച്ചിട്ട് ഡോക്ടർ വിവരം പറയാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെ ഓരോരുത്തരെ വിളിക്കാൻ വെച്ചിട്ടാണ് നമുക്ക് കയറാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എന്താ പറയുക ചെറിയ മക്കളെയും കുഞ്ഞു കുട്ടികളെയും കാണിക്കാൻ കുട്ടികളുടെ ഡോക്ടർ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഞാൻ അമ്പാടിക്ക് പനിക്കുണ്ടായിരുന്നു. അപ്പോൾ അമ്പാടിനെ നമ്മുടെ ഡോക്ടറെ കാണിച്ചിട്ട്. അപ്പോൾ ഞാൻ ആദ്യം അപ്പൂനെ സോനിനെ കാണിച്ച ഡോക്ടറിനെ അവിടെ വീട്ടിൽ പോയി കാണിച്ച ഡോക്ടറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഡോക്ടറായിട്ട് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ അമ്പാടിക്ക് പനിക്കും, പിന്നെ നാവിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഉണ്ണൽ പോലെ ഉണ്ടായിട്ടോ, പുണ്ണ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ എന്താ പറയുക അവനെയും കാണിച്ചിട്ടോ. മരുന്നൊക്കെ ഇവിടെ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ. ഒന്നും നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ. ഒക്കെ മരുന്നും എല്ലാ സാധനങ്ങളും ഫ്രീ ഉണ്ട്. അതുപോലെ ഭക്ഷണം പ്രസവിച്ച് കിടക്കണ അഡ്മിറ്റായി കഴിഞ്ഞാൽ ഇവിടെ ഭക്ഷണമൊക്കെ അവിടെ ഉണ്ട്. രാവിലെ ചായ, ഉച്ചയ്ക്ക് ചോറ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് എന്താ പറയുക ഇനിയിപ്പോൾ പെട്ടെന്ന് വേദനയൊക്കെ വരികയാണെങ്കിലും അതുപോലെ അഡ്മിറ്റ് പറയുകയാണെങ്കിലും നമുക്ക് വണ്ടി വിളിച്ച് ഇവിടുന്ന് പോകേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഇവിടുന്ന് വിളിച്ച് പറഞ്ഞാൽ അവർ അവിടുന്ന് വണ്ടി അയക്കട്ടെ. അപ്പോൾ നമുക്ക് അഡ്രസ്സും അതേപോലെ ഫോൺ നമ്പറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളെ വീട്ടിൽ വന്നിട്ട് എത്ര രാത്രി ആയാലും നമുക്ക് ഇനി പെട്ടെന്ന് വേദന വരികയാണെങ്കിൽ, രാത്രിക്ക് വേദന വന്നാലും വന്ന് വിളിച്ച് പറഞ്ഞാൽ അവർ വരും. അതേപോലെ ഞാൻ അഡ്മിറ്റ് പറഞ്ഞാലും എന്താ പറയുക അവർ വരും കേട്ടോ, വന്നിട്ട് നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം കാരണമൊക്കെയാണ് ഞാൻ അവളോട് പറഞ്ഞത്. അപ്പോൾ അവൾക്ക് ഭയങ്കര താല്പര്യം. കാരണം പ്രൈവറ്റിലൊക്കെ കാണിക്കുകയാണെങ്കിൽ നല്ലൊരു സംഖ്യ വരും കേട്ടോ പ്രസവം കഴിഞ്ഞ് നമ്മൾ ആസ്പത്രിയിൽ നിന്ന് പോകുമ്പോൾ.
ഇവിടെ പിന്നെ അതിനൊന്നും ആവശ്യമില്ല. പിന്നെ നമ്മൾ പ്രസവം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവുകയാണെങ്കിലും പൈസയ്ക്ക് ആവശ്യമില്ല കേട്ടോ. അവർ വന്നിട്ട് വണ്ടി കൊണ്ട് നമ്മളെ വീട്ടിൽ കൊണ്ടാക്കി തരും കേട്ടോ. നമ്മളിപ്പോൾ സ്ഥലം പറഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ അമ്പാടീനെ പ്രസവിച്ചിട്ട് ഞാൻ ആസ്പത്രിയിൽ നിന്ന് വണ്ടിയിലാണ് അവരവിടെ കൊണ്ടാക്കി തന്നത് കേട്ടോ. നമ്മൾ അഡ്രസ്സും പേര് സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അവരവിടെ വീട്ടിൽ കൊണ്ടാക്കി തന്നു. പിന്നെ പ്രസവിച്ച് പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ പ്രസവം നിർത്തി കഴിഞ്ഞാൽ പൈസ ഉണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ആസ്പത്രിയിലുണ്ട്. അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടൊക്കെ അപ്പോൾ ഡോക്ടർ അഡ്മിറ്റ് പറഞ്ഞിട്ടില്ല. ഡോക്ടർ 3-ാം തീയതി ചെല്ലാനാണ് പറഞ്ഞിട്ട് 3-ാം തീയതി തിങ്കളാഴ്ച ചെല്ലാനാണ് പറഞ്ഞത്. അപ്പോൾ അതുവരെ ഓളിപ്പോൾ എൻ്റെ വീട്ടിൽ നിൽക്കുക കേട്ടോ. അപ്പോൾ മേമയും അവളെ ഭർത്താവും തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവുകയാണ് കേട്ടോ. ഞാൻ ആ സമയമാകുമ്പോഴേക്ക് വന്നാൽ മതിയല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാനും മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം.